തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തി എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ബാറിന് മുന്നിലെ ചായക്കടയിൽ ഹേമചന്ദ്രൻ ചായ കുടിക്കുന്നതിനിടെ അക്രമി ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുകയായിരുന്നു. സുരജ് സജിയാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജ്, ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകാൻ ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ട്? ഈ ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പറയൂ സൂരജ്. തീർച്ചയായും, അതായത് പോലീസിനെ സംബന്ധിച്ചും ഒരു സംശയമുള്ളതാണ്, ഏതെങ്കിലും ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിലാകുമോ ഈ കൊലപാതകം എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 11:30 ഈ ആക്രമണം ഉണ്ടാകുന്നത്. പുതുക്കാട് സെൻട്രലിൽ പ്രവർത്തിക്കുന്ന മെഫെയർ എന്ന ബാറിന് മുൻവശത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ബാറിലെ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രൻ ഇവിടെ നിന്ന് ഇറങ്ങി, ബാറിന് പുറത്തിറങ്ങി എതിർവശത്തുള്ള ചായക്കടയിലെത്തി ചായ കുടിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ചായക്കടയ്ക്ക് പുറകിൽ പതുങ്ങി നിന്ന അക്രമി ഹേമചന്ദ്രന്റെ കഴുത്തിൽ കുത്തുന്നത്. 2 തവണ കഴുത്തിൽ കുത്തി വീഴ്ത്തി. പിന്നീട് അക്രമി ഇരുട്ടത്തേക്ക് ഓടി മറയുകയും ചെയ്തു. നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഇടപെട്ട് ഹേമചന്ദ്രനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ICUവിൽ ചികിത്സ നൽകിയെങ്കിൽ പോലും ഹേമചന്ദ്രൻ മരിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ അക്രമിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ ചായക്കടക്കാരനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ചായക്കടക്കാരൻ പറയുന്നത് ഈ അക്രമി നേരത്തെ വന്ന് ഈ ചായക്കടയിൽ നിന്ന് കേക്ക് വാങ്ങി കഴിച്ച ശേഷം ഈ കടയുടെ പുറകിലേക്ക് മറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് തങ്ങളുടെ ശ്രദ്ധയിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹേമചന്ദ്രൻ എത്തുന്ന സമയത്താണ് ഇയാൾ ചാടി വീഴുന്നതും ഈ കഴുത്തിൽ കത്തികൊണ്ട് കുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈരാഗ്യത്തിന്റെ പേരിലാകാം ഈ കൊലപാതകം എന്നുള്ളതാണ് പോലീസും കണക്ക് കൂട്ടുന്നത്. എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, സ്മിത.